ഓക്കെ. എന്റെ പേര് വിധു ഹരിദാസ്, തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നു. അപ്പൊ നമ്മള് ആസ് യൂഷ്വൽ ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് സെഷനിലേക്ക് നേരിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ് സാധാരണ സൂമിൽ ഉണ്ടാവാറ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഹാർട്ടിന്റെ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയം എന്ന് പറയുന്നത് 24 മണിക്കൂറും തുടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ, ഒരു റെസ്റ്റും ഇല്ലാണ്ട് പോകുന്ന ഒരു അവയവം. ഇത് ഈ ഓരോ തുടിപ്പും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലേക്കുള്ള രക്തം എത്തിക്കാനും വേണ്ട ന്യൂട്രിയൻസ് എത്തിക്കാനും ഉള്ള ഒരു വലിയൊരു ഫങ്ഷനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബ്ലഡ് എത്തിക്കാനും അതിൽ കൂടെ വേണ്ട നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും എത്തിക്കാനുമാണ് ഈ ഓരോ തുടിപ്പിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഓരോ ഹാർട്ട് ബീറ്റും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ആയിട്ട് ജനിച്ചപ്പം മുതൽ മരിക്കണ വരെ പൊക്കോണ്ടിരിക്കുക. അതിന്റെ വേരിയേഷൻ വന്നാൽ അതൊന്ന് കൂടിയാലോ അതൊന്ന് കുറഞ്ഞാലോ നമുക്കറിയാം പല രീതിയിലുള്ള ഇഷ്യൂസ്, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. സ്ട്രോക്ക് പോലെ വരാറുണ്ട്, പാരാലിസിസ് വരാറുണ്ട്, ഫേഷ്യൽ പാൾസി വരാറുണ്ട്. പല രീതിയിൽ നമ്മുടെ ഈ ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു റിതം തെറ്റിയാൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അവതാളത്തിലാവും, അല്ലെ, ഹെൽത്ത് കംപ്ലീറ്റ്ലി മാറുന്നതാണ്. അപ്പൊ ഒരു പമ്പിങ് ഓർഗാൻ ആണ് ഹാർട്ട്. അപ്പൊ നോർമലി കുറച്ച് ഫാക്ടേഴ്സ്, ഒരു 5 ഫാക്ടേഴ്സ് ഹാർട്ട് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് സ്ട്രോങ് മസിൽസ് ഉണ്ടാവണം. ഹാർട്ടിന് സ്ട്രോങ് മസിൽസ് വേണമെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ കൃത്യമായിട്ട് രക്തം ഓട്ടം ഉണ്ടായാൽ അതിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുമ്പോഴാണ് ആ ഹാർട്ടിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ. വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ കിട്ടിയാലല്ലേ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വേണ്ട പോലെ ഈ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തണമെങ്കിൽ എന്താ വേണ്ടത്? ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് വേണം അതിന്, അല്ലെ. ക്ലിയർ പാത്ത് അതിന് വേണം. ആ ക്ലിയർ പാത്ത് എന്ന് പറയുമ്പോൾ ക്ലോഗിങ് ഉണ്ടാവരുത്. അതിന് വേണ്ട രീതിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ എത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ഹെൽത്തി ലിപ്പിഡ് പ്രൊഫൈൽ വേണം, അല്ലെ. നോർമൽ ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ, നോർമൽ ആയിട്ടുള്ള ഒരു ട്രൈഗ്ലിസറൈഡ്, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൃത്യമായിട്ടായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഓർഗാൻസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പിന്നെന്താ നമുക്ക് വേണ്ട? സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം, അല്ലെ. ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ബ്ലഡ് വെസൽസിന്റെ എലാസ്റ്റിസിറ്റി ഇല്ലേ, ആ ഒരു എലാസ്റ്റിസിറ്റി ഉണ്ട് നമ്മുടെ ഓരോ ബ്ലഡ് വെസലിനും. അപ്പൊ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ എലാസ്റ്റിസിറ്റി ആണ് അതിനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ഈ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതിനെ നമുക്ക് സംരക്ഷിക്കണം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ എല്ലായിടത്തേക്കും എത്തണം എന്നുള്ളത്. അതായത് നമുക്ക് 3 ടൈപ്പ് ഓഫ് രക്തക്കുഴലുകൾ ഉണ്ട്. വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, കപ്പിലറീസ് ഉണ്ട്. ഇത് മൂന്നിന്റെയും ആരോഗ്യം കൃത്യമായിട്ട് ബ്ലഡ് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് എല്ലാം കണക്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഫങ്ഷനിങ്ങിനും ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ നമുക്കറിയാം ഒരു കാം മൈൻഡ് വേണം. കാരണം നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഒരു ആൾക്കാരായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഒച്ചയിൽ സംസാരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. ടെൻഷൻ വരുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. അപ്പൊ നമ്മുടെ മൈൻഡും ഇതായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ഒരു കാം മൈൻഡ് നമുക്ക് വേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ നീർക്കെട്ടുകളോ ഇൻഫ്ലമേഷൻസോ വരാൻ പാടില്ല ഹാർട്ടിനോട് ചേർന്നുള്ള അതിന്റെ അവയവങ്ങളിൽ ഒന്നും, അല്ലെങ്കിൽ ഹാർട്ടിനോട് ചേർന്നുള്ള ഒരു ഹാർട്ട് എന്ന് പറയുമ്പോൾ അതിന് കുറെ കവറിങ് ഉണ്ട്. ഔട്ടർ, മിഡിൽ, ഇന്നർ എന്നൊക്കെ പറഞ്ഞ കുറെ ടൈപ്പ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ കവറിങ് ഉണ്ട്. മറ്റേ പെരികാർഡിയം, മയോകാർഡിയം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് പ്രൊട്ടക്ഷൻ അതിനുണ്ട്. അവിടെയൊന്നും നീർക്കെട്ടില്ലാണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഹാർട്ട് ഹെൽത്തിന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കണേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. നമ്മൾ തോന്നിയ പോലെ നമ്മുടെ ഒരു ഭക്ഷണ രീതിയും തോന്നിയ പോലത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ്, അതായത് ഭക്ഷണത്തിൽ കൂടെ എന്തൊക്കെയാണോ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് നമുക്ക് വേണ്ടത് അതിനെ ഒരു സപ്ലിമെന്റിന്റെ രൂപത്തിൽ, അതായത് നമ്മുടെ പ്ലേറ്റിൽ മിസ്സാവുന്ന കാര്യങ്ങളെ ഒരു സപ്ലിമെന്റിന്റെ രൂപത്തിൽ നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്തിനുള്ളതിനെ തരാനായിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട്.
ഈ വെൽ ഹാർട്ട് എന്നുള്ള പേര് കേട്ടാൽ നമുക്കറിയാം HART എന്നാണ് ഹാർട്ടിന്റെ പേര് ഈ ഓരോ ബോട്ടിലും എഴുതിയേക്കണേ. HART അവർ തെറ്റി എഴുതിയതല്ല. അത് ഹാർട്ട് എന്ന് വെച്ചാൽ മാനിനകത്ത് മാനിനെയാണ് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. കാരണം അതിങ്ങനെ സ്പീഡിൽ തുടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അതിന്. നല്ല ഒരു എന്താ പറയാ, ഒരു ആൺമാനിന്റെ പോലെ സ്പീഡിൽ തുടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ആ ഒരു പ്രകൃതം ആണ് ഒരു നിൽക്കാണ്ടും സ്ലോ ആവാണ്ടും ഫാസ്റ്റ് ആവാണ്ടും ഒക്കെ ആ ഒരു തുടിപ്പ് നല്ല സ്മാർട്ടായിട്ട് ഉഷാറായിട്ട് തുടിക്കണ ഒരു ഹാർട്ടിനാണ് ഇവർ ആ മാനിന്റെ പേര് തന്നെ വെൽ ഹാർട്ട് എന്നിട്ടേക്കണം. അപ്പൊ ഇതിനകത്ത് വളരെ നല്ല ശ്രേഷ്ഠമായ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻ അത് നമ്മുടെ ആയുർവേദത്തിനകത്തുനിന്ന് അവര് ആ ആയുർവേദ വിധി പ്രകാരമുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ച് ഹെർബ്സിനെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നീർമരുത്, അല്ലെങ്കിൽ അർജുന എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ തൊലിയാണ് നീർമരുതും പുഷ്കരമൂലും. ഇത് കറക്റ്റ് ആയിട്ടും ഡയറക്ട്ലി ഹാർട്ടിന്റെ ഹെൽത്തിന്റെ പ്രോപ്പർ ഫങ്ഷന് വേണ്ടി സഹായിക്കുന്നതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ എലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്ലഡ് വെസൽ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ടും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് PAI എന്ന് പറയും, പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷൻ ഇൻഹിബിറ്റർ എന്ന് പറയും. പ്ലേറ്റ്ലെറ്റ് എഗ്രിഗേഷൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ആ ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ സർക്കുലേഷൻ കറക്റ്റ് ആക്കാനായിട്ട് അത് നല്ലതാക്കാൻ. ഇത് ശരിക്കും ഈ PAI എന്ന് പറയുന്ന അതൊരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഉലുവ നമുക്കറിയാം, നമ്മുടെ ഫുഡിൽ തന്നെ നമ്മൾ ഇഷ്ടം പോലെ പല രീതിയിൽ ഉലുവ വെള്ളം കുടിക്കണം, ഉലുവ കുതിർത്തി വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ കുടിക്കണം. പല കാര്യങ്ങൾക്കും ഉലുവ നല്ലതാണ്. ട്രൈഗ്ലിസറൈഡും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും വളരെ നല്ലതാണ് ഉലുവ. അതേപോലെ ഡൈജഷൻ നന്നാക്കാനും ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റിക്കും ഉലുവ വളരെ നല്ലതാണ്. പിന്നെ ശതാവേരി കിഴങ്ങ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണത് മാത്രമല്ല സ്ട്രെസ് കുറയ്ക്കാനും വളരെ നല്ലതാണ്. ചിറ്റമൃതും ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്, അമിനോ ആസിഡ്സ് ഉണ്ട് അതിനകത്ത്, ഇമ്മ്യൂണിറ്റി കൂട്ടാനും നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോമ്പിനേഷനിലുള്ളത്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യാനും, അതായത് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നോർമലൈസ് ചെയ്യാനും ഗുഡ് കൊളസ്ട്രോളിന്റെ അളവിനെ കൂട്ടാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കണം. പിന്നെ ഈ വെസൽസിനകത്തുള്ള ക്ലോഗിങ്, കട്ട പിടിക്കല്, അതിനെ അവോയ്ഡ് ചെയ്യാനുണ്ട് ഈ കോമ്പിനേഷൻസ്. ഹാർട്ട് ഫങ്ഷൻ സ്ട്രോങ്ങർ ആക്കും ഒന്നും കൂടെ. പിന്നെ നമ്മുടെ ബയോളജിക്കൽ ഏജും ആക്ച്വൽ ഏജും തമ്മിൽ അലൈൻ ചെയ്യും. അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ മരിക്കണ വരെ നമ്മുടെ ഈ കൊല്ലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വയസ്സും നമ്മുടെ ശരീരത്തിന്റെ വയസ്സ്, അതായത് നമ്മളുടെ ഈ സ്ട്രെസ് കൊണ്ടിട്ടും നമുക്ക് ഈ വരുന്ന നമ്മുടെ ജീവിത ശൈലി കൊണ്ടിട്ടും ശരീരം വേഗം വയസ്സാവണ ഒരു കണ്ടീഷനിലേക്ക് പോണത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെ അലൈൻ ചെയ്യാൻ, ഒരുപോലെ ആക്കാനായിട്ട് ഈ പറയുന്ന കോമ്പിനേഷൻസ് വളരെയധികം സഹായിക്കും. പിന്നെ ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസിന്റെ ഹാർഡനിങ്, അതായത് ആർട്ടറീസിന് തിക്നെസ് കൂടിയാൽ ബ്ലഡ് ഫ്ലോ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് പോകില്ല. അതിന് സ്ട്രെങ്ത്, അപ്പൊ കൂടുതൽ പ്രഷറോടുകൂടെ പമ്പ് ചെയ്യേണ്ടി വരും ഹാർട്ട്. അപ്പോഴാണ് നമ്മൾ BP പോലത്തെ കണ്ടീഷൻസിലേക്ക് പോണത്. അപ്പൊ ഇവിടെ ഹാർട്ടിന്റെ ആർട്ടറീസിനെ ഹാർഡനിങ് പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണു. പിന്നെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യണം ഏതൊരു വ്യക്തിക്കും ഇത് കഴിക്കേണ്ടതാണ്. BP മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. 100% വെജിറ്റേറിയൻ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമാണ്. ഇത് കഴിക്കേണ്ടത് ആഫ്റ്റർ മീലാണ്. ഇനി ഇത് നമ്മളിപ്പോ ഒരു ചെറിയ രീതിയിൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്, ഒരു ചെറിയൊരു കിതപ്പ് പോലത്തെ ഒരു ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവർക്ക് കൊളസ്ട്രോൾ, അല്ലെങ്കിൽ അവർക്ക് TMT എടുത്തപ്പോൾ ചെറിയൊരു വ്യത്യാസം കണ്ടു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇതൊന്ന് ഒരു 8 ആഴ്ച കഴിച്ചതിന് ശേഷം അവരുടെ റിസൾട്ട് ശരിക്കും പറഞ്ഞ ഒരു TMT ഒരു എക്കോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിന്റെ റിസൾട്ട് ശരിക്കും അറിയാൻ പറ്റുന്നതാണ്. ഇനി ഒരു ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഞാൻ കുറച്ച് ഗൈഡ് ലൈൻസും കൂടെ പറഞ്ഞു തരാം ഈ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്,
നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കിയേ പറ്റും അല്ലെ. നമ്മുടെ ഉറക്കം, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം നമ്മൾ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഹോൾ ഗ്രെയിൻസ്, അതായത് മുഴുധാന്യങ്ങൾ, ഹോൾ ഗ്രെയിൻസ്, അതേപോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബർ ബേസ്ഡ് ഫുഡ്, ഇപ്പൊ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് നല്ലോണം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഭക്ഷണത്തിനകത്ത്. പിന്നെ ഡയറി പ്രോഡക്ട്സിന്റെ അളവ് കുറച്ചൊക്കെ കുറയ്ക്കാം. പിന്നെ ലീൻ, നമ്മളിപ്പോ നോൺ ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടോ, ലീൻ പ്രോട്ടീൻ യൂസ് ചെയ്യുക. ലീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബ്രസ്റ്റ് പീസ് ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ ലീൻ പ്രോട്ടീൻ യൂസ് ചെയ്യുക. റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫിഷ് നല്ലതാ. നട്ട്സ് ആൻഡ് സീഡ്സ് നമുക്ക് അതിനകത്ത് ഗുഡ് ഫാറ്റ് ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യണത് വളരെ നല്ലതാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ എല്ലാം നിർത്തുക. റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫുഡും നമ്മൾ കഴിക്കാണ്ടിരിക്കുക. റിഫൈൻഡ് അല്ലാത്ത നമ്മൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോസസ്ഡ് ഫുഡ് എന്തും ആയിക്കോട്ടെ അത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ജങ്ക് ഫുഡ്സ് പാക്കറ്റ് കിട്ടണം മാത്രമല്ല, പ്രോസസ്സ് ചെയ്ത് ഫ്രീസറിൽ കയറ്റി വെച്ച് ഉപയോഗിക്കുന്ന പലതരം മീറ്റുകൾ ഉണ്ടാവാം, പലതരം സാധനങ്ങളും നമ്മൾ പ്രോസസ്സ് ചെയ്തത് വാങ്ങി യൂസ് ചെയ്യും. അതെല്ലാവരും നമ്മൾ റെഡ്യൂസ് ചെയ്യാം. പിന്നെ മറ്റേ നമ്മൾ മീറ്റ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 to 3 സെർവിങ്സ് പെർ വീക്ക് ആണ് പറഞ്ഞിട്ടുള്ളൂ. 2 to 3 സെർവിങ്സ് പെർ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെർവിങ് 50 gram ആണ്. അപ്പൊ 50 ഗ്രാമിന്റെ 2 തൊട്ട് 3 സെർവിങ് ഒരാഴ്ച കഴിക്കുന്നതാണ് ഹെൽത്തി. അതിൽ കൂടുതലാവാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ എല്ലാ ദിവസവും 3 നേരവും നല്ലോണം നോൺ അടിച്ചു കയറ്റുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സോഡിയം കണ്ടന്റ്, ഉപ്പിന്റെ കണ്ടന്റ് നമ്മൾ കുറയ്ക്കണം. കാരണം സോഡിയം കൂടുതൽ ചെല്ലുമ്പോൾ, ഇപ്പൊ സോഡിയം ഉപ്പിൽ മാത്രമല്ല പല പാക്കറ്റ് ഫുഡ്സിലും ഉണ്ട് സോഡിയം കണ്ടന്റ്. അപ്പൊ ഈ സോഡിയം നമ്മുടെ ആർട്ടറീസിന്റെ ഈ വാളിനെ തിക്കൻ ചെയ്യും, ഹാർഡൻ ചെയ്യും. ഹാർഡൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ പമ്പിങ് പ്രഷറോടുകൂടെ ചെയ്യേണ്ടി വരണം. അപ്പൊ നമുക്ക് അത് നമുക്ക് BP പോലത്തെ സംഭവങ്ങളിലേക്ക് നമ്മൾ കയറും. അപ്പൊ സോഡിയം കണ്ടന്റ് കുറയാം. പിന്നെ നമുക്ക് ABC ജ്യൂസോ അല്ല ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാ. അതിനകത്ത് ഇത്തിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയോൺ കണ്ടന്റ്, മറ്റേ വൈറ്റമിൻ സിയും കൂടെ ചെല്ലുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ വളരെ നല്ലതാണ്. പക്ഷെ ഷുഗർ പേഷ്യൻസ് അത് മൈൻഡ്ഫുൾ ആയിരിക്കണം, നോക്കിയിട്ട് വേണം ചെയ്യാൻ. നെല്ലിക്ക ഇൻക്ലൂഡ് ചെയ്യണം, വളരെ നല്ലതാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ. ഡെയിലി എക്സസൈസ് ആവശ്യമാണ്. പക്ഷെ കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന ഹാർട്ടിന് ഇഷ്യൂസ് ഉള്ള ആൾക്കാരോ ഹാർട്ടിന് ചെറിയൊരു മൈൻഡ്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്ന ആൾക്കാരോ ഹെവി എക്സസൈസ് ചെയ്യരുത്. നടത്തം പോലത്തെ ഒരു പറഞ്ഞ പോലെ 5000 തൊട്ട് 8000, ഒരു 10000 അങ്ങനെ നമ്മുടെ കൂട്ടി നമ്മുടെ ഒരു ഡെയിലി സ്റ്റെപ്സ് അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. പിന്നെ കഴിയുന്നത് നമ്മുടെ ഒരു പോസ്റ്റ് പ്രാൻഡിയൽ വാക്ക് അല്ലെങ്കിൽ പോസ്റ്റ് മീൽ വാക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് വീട്ടിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, വളരെ നല്ലതാണ്. പിന്നെ പറഞ്ഞ omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് മറ്റേ എപ്പോഴും നമ്മൾ ഈ ABC ജ്യൂസ് കഴിക്കുന്ന ആൾക്കാർ ഒരു 2 to 3 വീക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഇടണത് നല്ലതാണ്. കാരണം പിന്നെ നമ്മളൊരു 1-2 ആഴ്ച കഴിക്കാണ്ടിരുന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നത് നല്ലതാണ്. ഈ നൈട്രേറ്റ് റിച്ച് ഫുഡ്സ്, ഫ്രൂട്ട്സ് നല്ലതാണ്. കാരണം ഈ നൈട്രേറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ആർട്ടറീസിനെ മറ്റേ ഡയലേറ്റ് ചെയ്യും, അതായത് അതിനെ ആ ഹാർഡൻ ആയിട്ടിരിക്കുന്നതിനെ അഴയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വെൽ ഹാർട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതെല്ലാവരും നമ്മുടെ ഡെയിലി ഇതിനകത്ത് കഴിക്കാം. ഡെയിലി ആഫ്റ്റർ ഫുഡ് നമുക്ക് കഴിക്കാം. മെയിൻ്റനൻസിന് ഡെയിലി ഒരെണ്ണം കഴിച്ചാൽ മതി. ഹാർട്ടിന് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഡെയിലി 2 എണ്ണം കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞേക്കണം മരുന്നുകൾ എന്താണോ അതൊന്നും നിർത്തരുത്, അത് നിങ്ങൾ കഴിച്ചോളുക. ഇത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനുള്ളതാണ്. വന്ന പ്രശ്നത്തിന് മരുന്നുണ്ട്, അതിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ 30 years ആൻഡ് എബവ് ആണ് കമ്പനി നേരത്തെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരു 18 to 20 years കഴിഞ്ഞാലും നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് വേണ്ട ഒരു ചിട്ടയോടുള്ള ഒരു ജീവിതവും ചിട്ടയോടുള്ള ഒരു ഫുഡും ചിട്ടയോടുള്ള എക്സസൈസും നമ്മുടെ സപ്ലിമെന്റും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലൊരു ഹെൽത്തി ഹാർട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.